ടിപ്പറുകളെയും ടോറസ് ലോറികളെയും നിയന്ത്രിക്കുവാൻ ഇവിടെ ആരുമില്ലേ? ടിപ്പറുകളും മലയാളികൾ ടോറസ് ലോറികൾ എന്ന് വിളിക്കുന്ന ഹെവി ഡ്യൂട്ടി ടിപ്പറുകളും അപകടമുണ്ടാക്കാത്ത ഒരൊറ്റ ദിവസങ്ങൾ പോലും സംസ്ഥാനത്ത് കടന്നു പോകുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അലക്ഷ്യമായി പായുന്ന ഈ വാഹനങ്ങൾ മൂലം നിരത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്, പലരും ജീവശവമായിട്ടുണ്ട്. പക്ഷേ ഇവയുടെ ഉടമസ്ഥർ ഉന്നത പിടിപാടുള്ളവരും വലിയ നിർമ്മാണ കമ്പനികളുടെ ഉടമസ്ഥതയിൽ ഉള്ളവയുമായതിനാൽ അപകടമുണ്ടാക്കുന്ന വാഹനങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തിറക്കി കൊണ്ടുപോകും. ഇന്ന് രാവിലെ കോട്ടയം ഡെന്റൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പലും ചങ്ങനാശ്ശേരി സ്വദേശിയുമായ ഡോക്ടർ PG ആന്റണി എന്നെ വിളിച്ചത് കേൾക്കുക. ഇക്കഴിഞ്ഞ മാർച്ച് 25 രാവിലെ 9:30 അദ്ദേഹത്തിന്റെ ഭാര്യയും തിരുവല്ല സൗത്ത് ഇന്ത്യൻ ബാങ്ക് സീനിയർ മാനേജരുമായ ഡെന്നിസ് മാത്യു ഹരിയാന രജിസ്ട്രേഷനുമായി ആലപ്പുഴ മേഖലയിൽ കൺസ്ട്രക്ഷൻ വർക്കിൽ ഏർപ്പെട്ടിരിക്കുന്ന വേദു ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു ഹെവി ഡ്യൂട്ടി ടിപ്പർ മൂലം ഉണ്ടാക്കിയ അപകടത്തെപ്പറ്റി വിവരിക്കുന്നത് കേൾക്കുക. ഇത്രയും വിദ്യാസമ്പന്നരും സ്വാധീനവും ഉള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. എന്റെ പേര് ഡോക്ടർ ആന്റണി. ഞാൻ കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളാണ്. വിളിച്ചത് എനിക്കൊരു പബ്ലിക് പ്രോബ്ലം തോന്നിയ ഒരു കാര്യത്തെ കുറിച്ച് പറയാനായിരുന്നു. വിഷയം നമ്മള് ഈ തിരുവല്ല ചങ്ങനാശ്ശേരി ആ ഏരിയയിലൊക്കെ ടോറസ് ലോറികള് ഭയങ്കരമായിട്ട് അവര് റാഷായിട്ട് ഡ്രൈവ് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് ഇത് മുഴുവന് ഈ ഹരിയാനയിലുള്ള ഒരു കമ്പനി വേദു ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഹരിയാന കമ്പനിയുടെ പേരിൽ ആലപ്പുഴയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടികളാണ്. അപ്പൊ ഇവർ ഇവിടുന്ന് മണ്ണെടുക്കാനും ഇവരുടെ ലോഡ് എടുക്കാനും ഒക്കെ ആയിട്ട് തിരുവല്ല ഇരവൂർ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. വളരെ റാഷായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഡ്രൈവർമാരെല്ലാം ഒന്നുകിൽ ഹിന്ദിക്കാര് അല്ലെങ്കിൽ ഇവിടുത്തുകാരല്ല. അപ്പൊ അവന്മാരൊക്കെ ഈ തമ്പാക്കും അതും ഇതൊക്കെ ഉപയോഗിച്ച് ഇത്രയും ഹൈറ്റുള്ള വണ്ടിയല്ലേ, ടോറസ് ലോറികളാണ്, 10-18 വീലുള്ള വലിയ വണ്ടികളാണ്, വലിയ ഉരുക്കിന്റെ വണ്ടികളാണ്. ഇത് കൊണ്ടുപോയി മനുഷ്യരെ ഇടിക്കുകയും വണ്ടിക്കിട്ട് ഇടിക്കുകയും എന്നിട്ട് ഇവർക്ക് ആർക്കും ഒരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ഞാനിത് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 25 എന്റെ വൈഫ് തിരുവല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സീനിയർ മാനേജറാണ്. പുള്ളിക്കാരത്തി രാവിലെ 9:15 വണ്ടി ഓടിച്ച് ഓഫീസിലേക്ക് പോയപ്പോ തിരുവല്ലയ്ക്ക് അടുത്ത് മുത്തൂർ എന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ ബിലീവേഴ്സ് ആശുപത്രിയിലേക്കൊക്കെ തിരിയുന്ന ആ ജംഗ്ഷനിൽ സിഗ്നലിൽ നിർത്തിയിട്ട് കഴിഞ്ഞപ്പം സിഗ്നൽ വണ്ടി സ്റ്റോപ്പ് ചെയ്തു. സിഗ്നൽ പച്ചയായി കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി മുമ്പോട്ട് എടുത്തു. അപ്പൊ ഇതിന്റെ പുള്ളിയുടെ തൊട്ട് പുറകിലായിരുന്നു ഈ ടിപ്പർ ലോറി നിന്നിരുന്നത്. അവൻ ഇങ്ങോട്ട് വണ്ടി എടുത്ത് റൈറ്റ് സൈഡ് മുഴുവൻ ഇടിച്ച് തെറിപ്പിച്ചങ്ങ് പോയി. അതായത് റൈറ്റ് സൈഡിലെ ബാക്ക് ഡോറ് ഫ്രണ്ട് ഡോറ് കഷ്ടിച്ചാണ് പുള്ളിക്കാരത്തി രക്ഷപ്പെട്ടത്. ഫ്രണ്ട് ഡോറും ഇടിച്ച് ചളുക്കി മുമ്പിലത്തെ ഫെൻഡറും ഹെഡ്ലൈറ്റും പൊട്ടിച്ചിട്ട് ഇവന്റെ ഡ്രൈവർ ക്യാബിനിലേക്ക് കയറുന്ന ഫുഡ് റെസ്റ്റ് ഉണ്ട്, അത് കൊണ്ട് ഉടക്കി ഫ്രണ്ടിലെ ടയർ പൊട്ടിത്തെറിച്ച് പോയിട്ടാ വണ്ടി നിന്നത്. ഇവൻ ഉടക്കിക്കൊണ്ടങ്ങ് പോവുകയാണ്. പോലീസുകാരും എല്ലാം ഓടിച്ചെന്ന് ഇവനൊന്നും അറിയത്തില്ല, ഇവന് സംസാരിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാനിവിടെ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി ഇല്ല, പിന്നെ ഞങ്ങൾ ഓടിച്ചെന്ന് പുള്ളിക്കാരത്തിയുടെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഹസ്ബൻഡ് കോട്ടയത്ത് SP ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്, അത് അവിടുത്തെ ഓഫീസ് മാനേജറാണ്. പുള്ളിയെ കൊണ്ട് വിളിപ്പിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് ഇവനൊന്നും അറിയത്തില്ല. വിളിക്കുമ്പോൾ പോലീസുകാരും വിളിക്കുന്നുണ്ട്, ഞങ്ങളും വിളിക്കുന്നുണ്ട്, ആരും ഫോൺ എടുക്കത്തില്ല. അവസാനം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു കണക്ഷൻ കിട്ടി. ഇവന്റെ ഒരു HR ഒരാളെ കിട്ടി, ഒരു മലയാളി. അപ്പൊ അവൻ പറഞ്ഞു ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാം. ലോറി കസ്റ്റഡിയിലെടുത്തിരുന്നോ പോലീസ്? ലോറി കസ്റ്റഡിയിലെടുത്തു. പോലീസുകാർ ലോറി കസ്റ്റഡിയിലെടുത്ത് ഇപ്പൊ 10 ദിവസമായിട്ട് ഇപ്പോഴും ലോറി അവിടെ മുത്തൂർ റോഡ് സൈഡിൽ കിടപ്പുണ്ട്. ലോറി അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അന്നത്തെ ഒരു ദിവസം മുഴുവൻ അവിടെ നിന്നു. പോലീസുകാരൊക്കെ വളരെ സഹകരണമായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് പോലീസുകാർ തന്നെ ഇങ്ങനെ ഓരോ ഇൻസിഡൻസ് പറയുന്നുണ്ട്. വേദു ഇൻഫ്രാസ്ട്രക്ചറിന്റെ വണ്ടി തന്നെ അതിന്റെ തലേ ആഴ്ചയില് ഇരവൂരിന്റെ അടുത്ത് പാടത്തുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടക്കാൻ പോയ ഒരു 33 വയസ്സുള്ള ഒരുത്തിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവൻ നിർത്താതെ പോയി. അവനെ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു, ബിലീവേഴ്സിൽ. അവന്റെ 2 റൈറ്റ് സൈഡിലെ 4 റിബ്സും അസറ്റാബുലം ഫ്രാക്ചർ, ഹിപ്പ് ജോയിന്റ് വിട്ടുപോയി, ഹെഡ് ഇഞ്ചുറി ഉണ്ട്. എല്ലാം കൂടെ അവന് ഏതാണ്ട് 10-20 ലക്ഷം രൂപ അവന് ഹോസ്പിറ്റൽ ബില്ലായിരുന്നു. അപ്പൊ ഇവനെ വണ്ടി നിർത്താതെ പോയി. എന്നിട്ട് ഈ പോലീസുകാർ തന്നെ വളരെ കഷ്ടപ്പെട്ട് അവിടുന്ന് തൊട്ടുള്ള ക്യാമറ ചെക്ക് ചെയ്ത്
ചങ്ങനാശ്ശേരി വരെയുള്ള ക്യാമറ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഈ വണ്ടി ഒരു ടോറസ് വണ്ടിയാണെന്ന് അതിലൊക്കെ താരോ പറഞ്ഞു ഇവനെ ഇടിച്ചത്. ഈ വണ്ടി ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് ആകെ കിട്ടിയത് ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ സൈഡിലുള്ള ഒരു ഫൈബറിന്റെ പീസ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് സംഭവ സ്ഥലത്തുനിന്ന് കിട്ടി. ഇവർ ഇതുമായിട്ട് ആലപ്പുഴ ചെന്നപ്പോ ഈ യദു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയുടെ യാർഡിൽ ഈ വണ്ടി കിടപ്പുണ്ട്. അവർ വണ്ടി കസ്റ്റഡിയിൽ എടുത്തു, കേസ് എടുത്തു. അപ്പൊ ആ വണ്ടി കിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം പോലും ഈ പയ്യന് കിട്ടത്തില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇൻഷുറൻസ് ഞങ്ങൾ ചെയ്തോളാം, നമ്മുടെ വണ്ടി ഇച്ചിരി പഴയതാണ്, അതുകൊണ്ട് ആൾക്ക് അപകടമൊന്നും പറ്റിയില്ല, നമുക്ക് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല, നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ക്ലെയിമിൽ അവർ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് തരത്തുള്ളൂ, ആ ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്ന എമൗണ്ട് നിങ്ങൾ തന്നാൽ നമുക്ക് കേസും വഴക്കൊന്നുമില്ല, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന്. ഞങ്ങൾക്ക് സമയമില്ല. അപ്പൊ ആദ്യം ഇവൻ ഇത് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അവസാനം ഈ കഴിഞ്ഞ ദിവസം ഈ യദു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഓഫീസിൽ നിന്നും പറഞ്ഞാൽ ഒരാളുടെ ഫോൺ നമ്പർ തന്നു. അവൻ ഹിന്ദി മാത്രമേ സംസാരിക്കൂ. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ആരുടെ ഇല്ലെങ്കിലും നിങ്ങൾ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ മാനേജർ ആണെന്നോ മാനേജിങ് ഡയറക്ടർ ആണെന്നോ മറ്റോ ഒരുത്തൻ സംസാരിച്ചു. അവൻ നിന്റെ അടുത്ത് പറഞ്ഞു 1000 രൂപയെ ഞങ്ങൾക്ക് മാക്സിമം തരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു 1000 രൂപ ഇയാളുടെ ഭാര്യയ്ക്ക് പാനിപ്പൂരി വാങ്ങിച്ചു കൊടുത്തു, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പോലീസുകാർ തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് അവരൊരു 20,000 റുപ്പീസ് നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, അപ്പൊ കേസില്ല, GD എൻട്രി ഇട്ടാൽ മതി, അല്ലെങ്കിൽ FIR ഇട്ടോ, ഞങ്ങൾ ഇവരുടെ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ കേസ് കൊടുത്തോളാവുന്നു. അങ്ങനെ FIR-നെല്ലാം എഴുതി വെച്ചിട്ട് പോലീസുകാരൻ പറഞ്ഞു നമുക്ക് അവർ വെയിറ്റ് ചെയ്യാം, അവര് 31st ഡ്രൈവറുടെ സാലറി കൊടുക്കും, അപ്പൊ 31st അവൻ വന്ന് പൈസ തന്നോളും, ഡ്രൈവർ തന്നെ പേ ചെയ്യണം, കമ്പനി ഇത് ബെയർ ചെയ്യരുതോ. അപ്പൊ നമ്മൾ 31st വരെ വെയിറ്റ് ചെയ്തിട്ട് 31st കഴിഞ്ഞ് 1ഉം 2ഉം ആയിട്ട് ആരും ഫോൺ എടുക്കത്തില്ല. അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്ത് പറഞ്ഞു സാറേ വണ്ടി അവിടെ കിടപ്പുണ്ട്, ഞങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അവര് പേ ചെയ്യാൻ തയ്യാറല്ല, അവരുടെ ആവശ്യം അവർക്കിപ്പോ ഡ്രൈവർമാരെ കിട്ടുന്നില്ല, അപ്പൊ നിങ്ങൾ കേസ് എടുത്തോളാൻ എന്നാണ് അവർ പറയുന്നത്. കേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഡ്രൈവർ അവരുടെ കസ്റ്റഡിയിൽ കുറച്ചു നാളുകൂടെ കിട്ടും, അതുകൊണ്ട് അവർക്ക് അതാ താല്പര്യം, അവർ പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും, ഒന്നില് പൈസ താ, അല്ലെങ്കിൽ FIR ഇട്ട് കേസാക്കും, ഞങ്ങൾ വണ്ടി പണിക്ക് കയറ്റാമല്ലോ എന്ന് പറഞ്ഞു. അത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇന്നലെ ഒരു സംഭവം. ഇന്നലെ ആ തിരുവല്ലയിൽ ചങ്ങനാശ്ശേരിക്ക് വരുന്ന സ്ഥലത്ത് ആ ലായ്ക്കാട് ഭാഗത്ത് വെച്ച് ഇതേപോലെ ഒരു ടോറസ് ലോറി ഈ ഫുഡ് ഡെലിവറിക്ക് പോകുന്ന ഒരു പയ്യനെ ഇടിച്ച് തെറിപ്പിച്ച് അവന്റെ ബൈക്കും എല്ലാം തെറിച്ച് റോഡിൽ കിടക്കുന്നു. അപ്പൊ ഇതൊരു പൊതുജനത്തിന് വളരെ ഒരു വിപത്തായിട്ട് മാറിയിരിക്കുക. ഇവന്മാർ ഈ 18 വീലുള്ള ടോറസ് ലോറിയാ, AC ക്യാബിനോ, ഇവനെല്ലാം തമ്പാക്കും കള്ളും അടിച്ചിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ആനപ്പുറത്ത് ഇരിക്കുന്നവനെ വഴിയെ പോകുന്നവനെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ 2 ആഴ്ചക്കുള്ളില് പരസ്യമായിട്ട് ആൾക്കാരെ ഇടിച്ചിട്ടിട്ട് ഇവനങ്ങ് പോവുക. ഉരുപ്പിന്റെ വണ്ടി ആയതുകൊണ്ട് അവനൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മള് ഒരു ചെറിയ കാറും കൊണ്ട് പോകുമ്പോ അത് ഇടിച്ച് നശിപ്പിച്ചിട്ട് ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലേ നമ്മുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റിനെ ഹനിക്കുന്ന രീതിയിലാണ് ഇവർ വലിയ മുതലാളിമാരിവിടെ പെരുമാറുന്നത്. ഇതിന് ഓടിക്കുന്ന ഡ്രൈവർമാർ ഇത് റെസ്പോൺസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ കമ്പനിയുണ്ട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ റെസ്പോൺസിബിലിറ്റി അങ്ങ് ഷെയർ ചെയ്ത് പോയിട്ട് നമുക്ക് ഒരു സ്ഥലത്തും ഒരു എത്തിപ്പിടുത്തം ഇല്ലാത്ത ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇവര് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഇതിന് പോലീസിന് എന്തെങ്കിലും ഒരു കൺട്രോൾ വേണം. ഇവിടെ ഈ വണ്ടി ഓടിക്കുന്നവരെ ഇതെല്ലാം ആലപ്പുഴ രജിസ്ട്രേഷനിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യദു ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഹരിയാന എന്ന് പറഞ്ഞ ആലപ്പുഴയിലാണ് വണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും അലക്ഷ്യമായി പായുന്ന ഇത്തരം വാഹനങ്ങൾക്ക് മൂക്കുകയറിടുവാൻ അമാന്തിക്കരുത്. അമാന്തിച്ചാൽ നിരത്തിൽ അനേകം സാധുക്കളുടെ ജീവൻ പൊലിയുന്ന അവസ്ഥയുണ്ടാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.